എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ ഒക്ടോബർ മാസത്തെ എക്സാം കലണ്ടർ വന്നേക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ്. ഇതിനകത്ത് VFA ഉണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി മെയിൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, SBCID ഉണ്ട്. ഫുൾ ഡീറ്റെയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ദാ കാണുന്നതാണ് കലണ്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആകെ 1,00,000 എത്ര പേരാ? യെസ്, 1,28,061 പേരാണ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. എക്സാം വരുന്ന എന്നാണ്? എക്സാം വരുന്നത് ഒക്ടോബർ 3-നാണ്. എക്സാം വരുന്നത് ഒക്ടോബർ 3 ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. ഹോൾ ടിക്കറ്റ് 18 സെപ്റ്റംബറിൽ ഹോൾ ടിക്കറ്റ് നമുക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത പരീക്ഷ ഏതാണ്? പ്രധാനപ്പെട്ട നെക്സ്റ്റ് എക്സാം നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാ 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 പ്രധാനപ്പെട്ട പരീക്ഷയൊന്നുമില്ല. അത് കഴിഞ്ഞ അടുത്ത പേജിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ യെസ് ദാ കിടപ്പുണ്ട്. കാറ്റഗറി നമ്പർ 454/2025 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ഡേറ്റ് വരുന്നത് 14 ഒക്ടോബർ 2026 ഡേറ്റ് വരുന്നത്. ഒക്ടോബർ 14 ബുധനാഴ്ചയാണ് എക്സാമിന്റെ സമയം വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും രാവിലെ ആവാനാണ് സാധ്യത. അതിനുശേഷം ഹോൾ ടിക്കറ്റ് വരുന്നത് 29 സെപ്റ്റംബറിൽ ഹോൾ ടിക്കറ്റ് വരും. അത് കഴിഞ്ഞ 100 മാർക്കിന്റെ എക്സാം ആണ്. പഴയ സിലബസ് ആണ്, മാറ്റമൊന്നുമില്ല. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. അപ്പൊ മക്കളെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്ടോബർ 14. ഇനി അങ്ങോട്ട് എത്ര ദിവസം ഉണ്ട്? ഇപ്പോ ജൂലൈ നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടൊരു 8 ദിവസം ഉണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ 60, 68, 69, 69, 13, 79, ഏതാണ്ട് 82 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, അടിപൊളിയായിട്ട് പഠിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രിപ്പറേഷൻ വേണമെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും, അടിപൊളി നോട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത പ്രധാനപ്പെട്ട എക്സാം ഏതാണ്? അടുത്ത പ്രധാനപ്പെട്ട എക്സാം യെസ് ദാ കിടപ്പുണ്ട്. കാറ്റഗറി നമ്പർ 571/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോകുന്നത് ആലപ്പുഴ, കോട്ടയം, അതേപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ഈ 5 ജില്ലകളിലാണ് ഒക്ടോബർ മാസത്തിൽ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റ് വരുന്നത് 17/10/2026 എക്സാം നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 17 ശനിയാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഹോൾ ടിക്കറ്റ് വരുന്നത് ഒക്ടോബർ 1-നാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. അതിനുശേഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ SBCID എക്സാം നടക്കാൻ പോകുന്നുണ്ട്. SBCID എക്സാം ഡേറ്റ് വരുന്നത് 28/10/2026 ബുധനാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിന്റെ ഹോൾ ടിക്കറ്റ് വരുന്നത് 13/10/2026 ഹോൾ ടിക്കറ്റ് വരും. 100 മാർക്കിന്റെ എക്സാം ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിലബസ് ഒക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ. അതിനുശേഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ ഏതാ? ഇവിടെ വേറെ പരീക്ഷയൊന്നും കാണുന്നില്ല. യെസ് ദാ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നോക്കുക, അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വീണ്ടും വരുന്നുണ്ട്. അടുത്ത സെറ്റ് ഓഫ് ജില്ലകൾ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ജില്ലകൾ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പേജിലാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കൊല്ലം, അതേപോലെ തന്നെ എറണാകുളം. നോക്കുക, കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ഈ 4 ജില്ലകളിലും എക്സാം നടക്കാൻ പോകുന്നത് 31/10/2026 എക്സാം നടക്കാൻ പോകുന്നത്. അതായത് ഒക്ടോബർ 31 ശനിയാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഹോൾ ടിക്കറ്റ് വരുന്നത് 16 ഒക്ടോബറിനാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. നമ്പർ ഓഫ് ഓരോ ജില്ലയിലും എത്ര പേര് അപേക്ഷിച്ചു ഡീറ്റെയിലൊക്കെ കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് ആദ്യം ഓരോ ജില്ലയായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയിടാം. ഇവിടെ ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 30,357 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അടുത്ത കോട്ടയം നോക്കുകയാണെങ്കിൽ 25,104 പേര് അപ്ലൈ ചെയ്തു. അടുത്ത തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ 39,616 പേരാണ് അപ്ലൈ ചെയ്തത്. അടുത്ത കോഴിക്കോട് 44,216 പേര് അപ്ലൈ ചെയ്തു. കാസർഗോഡ് 17,576 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അടുത്ത ബാക്കിയുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ കൊല്ലം 42,784, എറണാകുളം 37,503, പാലക്കാട് 46,847, കണ്ണൂർ 31,809. ഇത്രയും ആൾക്കാരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട എക്സാം മിസ്സിംഗ് ആണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് ഡേറ്റ് വന്നിട്ടില്ല, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസും ഡേറ്റ് വന്നിട്ടില്ല. അത് നമുക്ക് നവംബറിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ കേരള PSCയുടെ 2026 ആനുവൽ കലണ്ടർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇതൊക്കെ ഒക്ടോബറിൽ തീരേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു PSC അത് നവംബറിലായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് SBCID ഒക്കെ ഡേറ്റ് വന്നേക്കെയാണ്. അപ്പൊ ഇനി താമസിക്കേണ്ട. VFA ഡേറ്റ് വന്നു. ഏറ്റവും മികച്ചൊരു പ്രിപ്പറേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കിയൊന്നുമില്ല. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് അധ്വാനിക്കാം, നന്നായിട്ട് നേടാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. എനിക്കറിയാം ചെറിയൊരു ടെൻഷൻ കാണും. ഒരു ടെൻഷനും വേണ്ട. നന്നായിട്ട് പഠിച്ച് സമാധാനത്തോടെ നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാം. ക്ലാസ്സിൽ കാണാം.
ഓൾ ദ ബെസ്റ്റ്.